ചെങ്കോലേന്ത്യ IMSമ്മയുടെ പ്രിയ മക്കളെ, എൻ്റെ പുത്രൻ ഒനേസിമോസിൻ്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റെ കാരാഗൃഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഉത്തമന്മാരുടെ ലക്ഷണമാണ്. അവരെ ദൈവവും മനുഷ്യരും ഒരുപോലെ അംഗീകരിക്കും. ആര് നശിച്ചാലും സാരമില്ല, എൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കണമെന്ന് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. കാലക്രമേണ അവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും. നമ്മെപ്പോലെ തന്നെ മറ്റുള്ളവർക്കും ആവശ്യങ്ങളുണ്ടെന്ന ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ക്രിസ്തീയ സംസ്കാരം. പൗലോസ് റോമിൽ തടവിലായിരുന്നപ്പോൾ ഫിലമോൻ എന്ന ക്രിസ്ത്യാനിയുടെ അടിമയായ ഒനേസിമോസ് ഒളിച്ചോടി റോമിൽ എത്തി. പൗലോസിനോടുകൂടെ താമസമാക്കി. പൗലോസിനോട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായി അയാൾ ക്രിസ്ത്യാനിയായി. തൽഫലമായി മടങ്ങിപ്പോയി യജമാനനോട് നിരപ്പാകണം എന്നാഗ്രഹിച്ചു. പക്ഷേ മടങ്ങിച്ചെല്ലുമ്പോൾ ഫിലമോൻ തന്നെ ശിക്ഷിക്കുമെന്ന് ഒനേസിമോസ് ഭയപ്പെടുന്നു. ഈ സാഹചര്യം മനസ്സിലാക്കിയ പൗലോസ് ഒനേസിമോസിന് വേണ്ടി ഒരു ശുപാർശക്കത്ത് എഴുതി തൻ്റെ സ്നേഹിതനായ ഫിലോമോന് കൊടുത്തയച്ചു. ഒനേസിമോസിൻ്റെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നമായി പൗലോസ് പരിഗണിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി ഭരണകൂടം ക്രിസ്ത്യാനികളെ നിഷ്കരുണം പീഡിപ്പിച്ചിരുന്നു. ബോൺഹോഫർ എന്ന ജർമ്മൻ സഭാ നേതാവ് അമേരിക്കയിലെത്തിയിരുന്നുവെങ്കിലും സഹവിശ്വാസികൾക്ക് വേണ്ടി ജർമ്മനിയിലെത്തി രക്തസാക്ഷിയായി. അദ്ദേഹത്തിൻ്റെ കത്തുകൾ അനേകായിരങ്ങളെ ആകർഷിച്ചു, വിശ്വാസത്തിൽ ഉറപ്പിച്ചു. സാധു സുന്ദർ സിംഗ് ഹിമാലയത്തിൽ മഞ്ഞിലൂടെ നടന്നു പോകുമ്പോൾ അർത്ഥപ്രാണനായി മഞ്ഞിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അയാളെ എടുത്തുകൊണ്ട് മുന്നോട്ട് ചെന്നപ്പോൾ വേറൊരാൾ മരവിച്ച് കിടക്കുന്നത് കണ്ടു. സിംഗ് രക്ഷിച്ച നിസ്സഹായനായ മനുഷ്യനെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ അയാളുടെ സ്നേഹിതനായിരുന്നു. മരിച്ചു കിടന്നത് സിംഗ് ഒരാളെ ചുമന്നുകൊണ്ട് നടന്നതിൻ്റെ ഫലമായി രണ്ടുപേർക്കും ചൂട് കിട്ടി രക്ഷപ്പെട്ടു. സ്വാർത്ഥതയല്ല, നിസ്വാർത്ഥതയാണ് ജീവിതത്തെ ധന്യമാക്കുന്നത്. മറ്റൊരാളുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായി കാണുന്നതാണ് ക്രിസ്തീയ സംസ്കാരം. IMSമ്മ അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. IMSമ്മയെ വിളിച്ചപേക്ഷിക്കുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ.